PM കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് സന്തോഷകരമായ ഒരു വാർത്താ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കാരോളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക. PM കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുത്തുകയായ 2000 രൂപ വീണ്ടും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഒരു വരുമാന പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. ഒരു വർഷം 2000 രൂപ വീതമുള്ള 3 ഗഡുക്കളായി 6000 രൂപയാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്നത്. ഇതുവരെ നിലവിൽ 16 ഗഡുക്കളാണ് വിതരണം ചെയ്തിരിക്കുന്നത്. 16 ഗഡുക്കളിലൂടെ 32,000 രൂപയാണ് കർഷകർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെയും ലഭിച്ചിരിക്കുന്നത്. ഈ തിരിച്ചു നൽകേണ്ടാത്ത കേന്ദ്ര ധനസഹായത്തിന്റെ അടുത്ത ഗഡു, അതായത് 17ാമത്തെ ഗഡുവും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാൻ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 17ാമത്തെ ഗഡുവായ 2000 രൂപ വളരെ വേഗത്തിൽ കർഷകർക്ക് കൈമാറുവാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. PM കിസാന്റെ 16ാമത്തെ ഗഡു തുക അക്കൗണ്ടിൽ വന്നവർക്കെല്ലാം 17ാമത്തെ ഗഡുവും അക്കൗണ്ടിൽ എത്തുവാൻ യോഗ്യതയുള്ളവരാണ്. ഏപ്രിൽ മാസത്തിലാണ് 17ാമത്തെ ഗഡുവിന്റെ വിതരണം നടക്കുക. 4 മാസം കൂടുമ്പോഴാണ് 2000 രൂപയുടെ ഗഡുക്കൾ കർഷകരിലേക്ക് എത്തുക. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നീ 4 മാസങ്ങളിലെ ഗഡുത്തുകയായാണ് 17ാമത്തെ ഗഡുത്തുക വരിക. 4 മാസങ്ങളിൽ സാധാരണ 2ാമത്തെ മാസം, 3ാമത്തെ മാസം, 4ാമത്തെ മാസം ഒക്കെ ഗഡുത്തുകകൾ വിതരണം ചെയ്യാറുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം കൂടി പരിഗണിച്ചാണ് ആദ്യ മാസത്തിൽ തന്നെ 17ാമത്തെ ഗഡുവായ 2000 രൂപയുടെ വിതരണം ചെയ്യുവാൻ നീക്കം നടക്കുന്നത്. അതിനാൽ ഏതെങ്കിലും കർഷകർക്ക് 16ാമത്തെ ഗഡുവോ അതിനു മുൻപുള്ള ഗഡുവോ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ PM കിസാൻ പോർട്ടലിൽ നോക്കി കണ്ടെത്തി അക്ഷയ സെന്റർ, CSC സർവീസ് സെന്റർ പോലുള്ള ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൂടെ പരിഹരിക്കാം. അല്ലെങ്കിൽ കൃഷിഭവന്റെ സഹായവും തേടുകയും ചെയ്യാം. PM കിസാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച KL എന്ന് തുടങ്ങുന്ന രജിസ്ട്രേഷൻ IDയോ അല്ലെങ്കിൽ ആധാർ OTP വഴി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ എന്ത് കാരണത്താലാണ് വിതരണം ചെയ്ത ഗഡുക്കൾ നിങ്ങളിലേക്ക് എത്താതിരുന്നത് എന്ന് അറിയുവാൻ കഴിയും. ഇനി KYC, ലാൻഡ് സീഡിംഗ് എന്നിവ പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ആനുകൂല്യം മുടങ്ങിയവർക്ക് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് ശരിയാകാത്തത് കൊണ്ടായിരിക്കാം തുക വരാത്തത്. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ CSC സർവീസ് സെന്ററുകളിലോ PFMS സ്റ്റാറ്റസ് പരിശോധിക്കണം. അതായത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ ട്രാക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത്. PFMSൽ PM കിസാൻ സ്കീം തിരഞ്ഞെടുത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യം ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിലൂടെ കിസാൻ നിധി ആനുകൂല്യം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയോ, ഏത് രീതിയിലാണ് തുക അക്കൗണ്ടിൽ വന്നത് എന്നിവ പരിശോധിക്കാൻ സാധിക്കും. സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ KYC, ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് എന്നീ കാര്യങ്ങൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ അവ പൂർത്തീകരിക്കുക. എങ്കിൽ 17ാമത്തെ ഗഡുവിനോടൊപ്പം മുടങ്ങിയ ഗഡുക്കളും എത്തിച്ചേരുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പുതിയതായി PM കിസാനിൽ ചേർന്നവർക്ക് 16ാമത്തെ ഗഡുവായി 2000 രൂപ കഴിഞ്ഞ മാസം വിതരണം ചെയ്തപ്പോൾ ലഭിച്ചിരുന്നു. ഇവർക്ക് മുൻഗഡുക്കൾ ലഭിക്കുന്നതല്ല. PM കിസാനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വിതരണം നടത്തുന്ന ഗഡുക്കൾക്കാണ് പുതിയ അംഗങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുക എന്ന കാര്യം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട PM കിസാനുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.